Hello guys, welcome to Vetakaran vlog. It's me your one and only favorite Vetakaran. So today we're gonna talk about red-tailed catfish. So എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മുടെ റെഡ് ടെയിൽ കാറ്റ്ഫിഷിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ തന്നെ അത് ആമസോൺ ബേസിനിൽ നിന്നാണ് അതിൻ്റെ ഒറിജിൻ പറയുന്നത്. ആമസോൺ നമ്മുടെ ബ്രസീലിയൻ ഓർ സൗത്ത് അമേരിക്കൻ ഏരിയ ആയിട്ട് പറയാം. വേൾഡ്സ് മോസ്റ്റ് ലാർജസ്റ്റ് റിവർ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം രഹസ്യങ്ങളുടെയും മറ്റ് സ്പീഷീസിൻ്റെയൊക്കെ ഡൈവേഴ്സിറ്റി വെച്ചോ കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയൊരു കലവറ തന്നെയാണ്, ഒരു വിസ്മയം തന്നെയാണ് ആമസോൺ. അപ്പോൾ ഇത്രയും വിസ്മയകരമായിട്ടുള്ള ഈ ആമസോണിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ റെഡ് ടെയിലിൻ്റെയും ഉത്ഭവം. സോ നമ്മുടെ റെഡ് ടെയിൽ കാറ്റ്ഫിഷ് അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. അഡൾട്ടായിട്ടുള്ള എല്ലാ റെഡ് ടെയിൽ കാറ്റ്ഫിഷിൻ്റെയും ടെയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല റെഡിഷ് ആയിട്ടുള്ള ടെയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ റെഡ് ടെയിൽ കാറ്റ്ഫിഷ് എന്ന് വിളിക്കുന്നത്. ഒരു 6 to 7 സെൻറ്റിമീറ്റർ ടു 6 to 7 ഇഞ്ചസ് വരെ നമുക്ക് ഇതിൻ്റെ കുട്ടികളെ നമുക്ക് അക്വേറിയം ഷോപ്പിൽ നിന്ന് മേടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് നല്ല രീതിയിൽ ഫീഡ് എടുക്കുന്ന മീനാണ്, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുകയും ചെയ്യും. കുഞ്ഞിലെ തൊട്ട് തന്നെ കഴിക്കുന്ന ഓരോ ഫുഡിൻ്റെ അനുസരിച്ച് തന്നെ ഇത് വലുപ്പം വയ്ക്കുകയും ചെയ്യും. പിന്നെ തൻ്റെ വായനേക്കാൾ വലുപ്പമുള്ള സാധനത്തിനെയും ഇത് കഴിക്കാൻ നോക്കും. അങ്ങനെ ഒരു ഓവർ ഫീഡിങ് ആറ്റിറ്റ്യൂഡ് ഇതിൻ്റെ ചെറുതായിട്ടുണ്ട്. അതേപോലെ തന്നെ അക്വേറിയത്തിൽ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെബിൾസ് ആഡ് ചെയ്യാണ്ടിരിക്കുക ഇതിൻ്റെ ഉള്ള ടാങ്കിൽ. കാരണം എന്ത് സാധനവും വരിച്ച് ചവച്ച് തിന്നാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ സാധനത്തിനുണ്ട്. അപ്പോൾ പെബിൾസ് വിഴുങ്ങിയിട്ട് ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അക്വേറിയത്തിൽ വളർത്തുമ്പോൾ പെബിൾസ് യൂസ് ചെയ്യരുത്. പിന്നെ കൊടുക്കുന്ന ഓരോ ഫുഡിൻ്റെ അനുസരിച്ചും അതേ അനുസരിച്ച് വലിപ്പം ഓരോ സെൻറ്റിമീറ്റർ വേണമെങ്കിൽ അതിൻ്റെ അനുസരിച്ച് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വലിപ്പം കയറി വരുന്നൊരു സാധനമാണ്. നല്ല രീതിയിൽ ഫുഡ് കഴിക്കുകയും ചെയ്യും. പിന്നെ ഫുഡ് കൊടുക്കാനുള്ളവർ മാത്രമായിട്ടോ ഇതിനെ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫുഡ് ഇല്ലാതെ ആ മീൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സോ അക്വേറിയത്തിൽ വളർത്തുന്നവർ ശ്രദ്ധിക്കുക, അക്വേറിയത്തിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഓവർ സൈസ്ഡായിട്ട് അക്വേറിയത്തിനേക്കാളും വലുതാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൂടെയുള്ള ടാങ്ക് മേറ്റ്സ് മറ്റ് സാധനങ്ങളൊക്കെ ഇതിൻ്റെ വാക്യൂം ക്ലീനർ പോലത്തെ ഒരു വലിയ വായാണ്, എന്ത് കിട്ടിയാലും ഇത് അടിച്ച് കയറാൻ നോക്കും. അപ്പോൾ കൂടെയുള്ള മീനുകളെയൊക്കെ ശ്രദ്ധിക്കുക, ചെറിയ മീനുകൾ കൂടെ ഇടാണ്ടിരിക്കാൻ നോക്കുക. കാരണം ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനെയും അതിന് വലിച്ചു വായിൻ്റെ ഉള്ളിൽ. സോ ടാങ്ക് മേറ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒപ്പം തന്നെ വലുപ്പമുള്ളതും അല്ലെങ്കിൽ അതിനേക്കാൾ വലുപ്പമുള്ള മീനെ സെലക്ട് ചെയ്യുക. അതർവൈസ് എല്ലാത്തിനെയും ഇവൻ തിന്നും. ഇതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പമുള്ള സാധനങ്ങൾ വരെ തിന്നിട്ടുള്ള പല ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ലഭ്യമായിരിക്കും. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ ഇതിൻ്റെ ഒപ്പം ഇടുമ്പോൾ ചെറിയ മത്സ്യങ്ങളെ ഇതിൻ്റെ ഒപ്പം ഇടരുത്. എനിക്ക് പറ്റിയതാണ്, എൻ്റെ 2 പിക്ക് ഗ്ലാസ് ഉണ്ടായിരുന്നതിൽ ഒരെണ്ണത്തിന് എൻ്റെ 3 സെൻറ്റിമീറ്റർ നീളമുള്ള റെഡ് ടെയിൽ കാറ്റ്ഫിഷ്, അതും ബാസും ആ സൈസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഞാൻ ഫെഡൊക്കെ ചെയ്തായിരുന്നു, പക്ഷേ പ്രോപ്പറായിട്ട് ഫെഡ് ചെയ്തായിരുന്നു. പക്ഷേ ഓവർ വിശപ്പുള്ളൊരു സാധനമാണിത്. രാവിലെ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ എൻ്റെ ബാസിൻ്റെ ഒരു കുഞ്ഞിനെ കാണാനല്ല, റെഡ് ടെയിലിൻ്റെ വയറ് നിർത്തിരിപ്പുണ്ടായിരുന്നു. പൈസ പോയാലും എനിക്ക് നഷ്ടമല്ല, ബാസ് പോയതിലാണ് എനിക്ക് വിഷമം. പിന്നെ നല്ല റെഡ് ടെയിലായതുകൊണ്ട് ഞാൻ തല്ലിക്കുന്നില്ല എന്നുള്ളൂ. സോ ടാങ്ക് മേറ്റ്സ് എപ്പോഴും പ്രോപ്പറായിട്ട് നിങ്ങൾ നോക്കിയിടുക, അതിന് വിഴുങ്ങാൻ പറ്റാത്ത സാധനം ഇടുക. കാരണം ഇതൊരു വെനമാണ്, വെനം. ഇതിൻ്റെ വിശപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. എന്ത് സാധനം കിട്ടിയാലും തിന്നും, തന്നെക്കാളും വലിപ്പമുള്ള സാധനത്തിനെ തിന്നും. സോ ഐ നോട്ട് റെക്കമെൻഡിങ് ദിസ് വൺ ഫോർ ബിഗിനേഴ്സ് ആരും ഇതിനെ ട്രൈ ചെയ്യരുത്. അത്യാവശ്യം ഒരു ചെറിയതായിട്ടൊരു അരോണയൊക്കെ മേടിച്ച് വളർത്തുന്നതായിരിക്കും ഒരു ബിഗിനേഴ്സിന് നല്ല പറ്റിയ മീൻ. റെഡ് ടെയിൽ കാറ്റ്ഫിഷൊക്കെ ട്രൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ തീറ്റ കൊടുത്ത് ഭയങ്കര ബുദ്ധിമുട്ട് വരും. കുഞ്ഞിലെ കാണുമ്പോൾ വളരെ ക്യൂട്ടാണെന്ന് കരുതിയിട്ട് ഇതിനെ ആരും മേടിച്ച് വളർത്താൻ നോക്കരുത്. കാരണം ഇതിനെക്കുറിച്ച് അത്യാവശ്യം ഒരു അറിവൊക്കെ ഉള്ളവർ മാത്രമാണ് ഇതിനെ ട്രൈ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നോട്ട് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ അക്വേറിയം ഷോപ്പുകളിൽ ഇതിന് 5 to 7 സെൻറ്റിമീറ്റർ വരെ നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷെ പെട്ടെന്ന് തന്നെ ഇതൊരു 2 മാസം 3 മാസത്തിനുള്ളിൽ ഇത് ഭയങ്കര സൈസ് ആവാൻ പറ്റും. ഏകദേശം ഇതുപോലെയൊക്കെ ആ ഒരു സൈസിൽ എത്താൻ പറ്റും ഈ സാധനത്തിന്. അത് നല്ല രീതിയിൽ ക്യാപ്റ്റിവിറ്റിയിലാണെങ്കിലും നല്ല രീതിയിൽ ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത്രയും ഒരു സൈസൊക്കെ എത്തും ഈ റെഡ് ടെയിൽ എന്ന് പറഞ്ഞ സാധനം. വൈൽഡിൽ ഈ സാധനത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് 1.8 meters to 5 feet അടുത്താണ്. നമ്മുടെ ക്യാപ്റ്റിവിറ്റിയിൽ ഇതിന് ഏകദേശം 3 feet ഒക്കെയാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരിയോടെ വലുതാകും എന്നാണ് പറയുന്നത്. പിന്നെ ക്യാപ്റ്റിവിറ്റിയിൽ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 15 years ആണ്. വൈൽഡിൽ ഇത്തിരിയോടെ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ടാങ്ക് സൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വലിയൊരു ടാങ്ക് തന്നെ വേണ്ടി വരും ഇതിന്. സോ നമ്മൾ 1500 US ഗാലൻ എന്ന് പറയുമ്പോൾ 5678, 2000 ഗാലൻ എന്ന് പറയുമ്പോൾ 7500 സംതിങ് വരും. സോ അത്രയും വലിയ ടാങ്ക് ഇതിന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും, എന്നാലാണ് ഇതിനെ വളർത്താൻ പറ്റും. നല്ലൊരു ലിവിങ് സ്പേസ് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനോട് കാണിക്കുന്ന ഒരു ക്രൂരതയായിരിക്കും. കാരണം പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന മീനാണ്. സോ വലിയൊരു ടാങ്ക് വേണം. പിന്നെ ടാങ്കിൽ നിന്ന് ഓവർ സൈസറായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഷിഫ്റ്റ് ചെയ്തൊരു പൂളിലോട്ട് മാറ്റണം, ഒരു കുളത്തിലോട്ട് മാറ്റുക. ഇത് ചെയ്തു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ മീനോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും. കാരണം നമ്മളൊരു ഡോബർമാനെ പിടിച്ചൊരു പോമറേനിയൻ്റെ കൂട്ടിൽ പിടിച്ചടയ്ക്കുന്ന അവസ്ഥയായിരിക്കും. അതിന് ഫ്രീ ആയിട്ട് റോം ചെയ്ത് നടക്കാനുള്ള സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ വളർത്താൻ നിൽക്കരുത്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഇതിനെ നോട്ട് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞത്.
പിന്നെ നമ്മൾ വളർത്തിയിട്ട് സെയിൽ ചെയ്യാനുള്ള പ്ലാൻ ആണെങ്കിൽ റെട്ടയിലെ വളർത്തിയുള്ള കൊതി തീർക്കാനാണെങ്കിൽ വളർത്തിയിട്ട് സെയിൽ ചെയ്ത് കളയാം. അല്ലാതെ അതിനെ തോട്ടിലോട്ടോ പുഴയിലോട്ടോ ഇറക്കി വിടുന്ന പരിപാടികൾ അതിലും വലിയ അപകടം പിടിച്ചൊരു പരിപാടിയാണ്. അങ്ങനെയൊന്നും ചെയ്യരുതാണ് ഞാൻ പറയുള്ളൂ. നന്നായിട്ട് നോക്കുക, നന്നായിട്ട് നോക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം എടുക്കുക. അല്ലാത്തവർ ചെറിയ മോൺസ്റ്റേഴ്സിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വളർത്തി സെയിൽ ചെയ്യുക. എന്നാലും ക്രൂശിക്കരുത്, ഒരിക്കലും ചെയ്യരുത്. നെക്സ്റ്റ് സാധനം വാട്ടർ പാരാമീറ്റേഴ്സാണ്. കാരണം നമ്മൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞാൽ 68 to 80 ഡിഗ്രി ഫാരൻഹൈറ്റും പിന്നെ pH പറയുന്നത് 6 to 7 ആ ഒരു മീഡിയത്തിൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ റെട്ടൈലിന് വളരെ അത്യുത്തമമായിരിക്കും. പിന്നെ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് അനുസരിച്ച് എപ്പോഴും ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ തണുപ്പും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഈ സാധനം ചത്തു പോകാനുള്ള ചാൻസസ് കൂടുന്നത്. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഒരെണ്ണം ചത്തു പോയായിരുന്നു. അതും ഒറ്റയടിക്ക് ഒരു കാര്യമില്ലാണ്ടാണ് ചത്തു പോകുന്നത്. പിന്നെ അക്വേറിയം ഫാമുകളിൽ നമ്മൾ ചെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴും ഒരു 1 feet 2 feet ഒക്കെ ഉള്ള റെട്ടയിലൊക്കെ ഒരു കാര്യമില്ലാണ്ട് പെട്ടെന്ന് ചത്തു പോകുന്നത് കാണാറുണ്ട്. കാരണം ഈ ടെമ്പറേച്ചറിൻ്റെ ഇതൊക്കെ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാകും. നെക്സ്റ്റ് ഇതിൻ്റെ ബിഹേവിയർ ട്രൈറ്റ്സ് ആണ്. നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇത് വളരെ ഷൈ ആയിട്ട് ക്യൂട്ടായിട്ട് വല്ല സ്ഥലത്തേക്കൂടെ ഇങ്ങനെ നടക്കുന്ന പതുങ്ങി നടക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. ആസ് ഇറ്റ് മെച്യൂർസ് ഇതിൻ്റെ ആറ്റിറ്റ്യൂഡ് വല്ലാതെ രീതിയിലുള്ള ചേഞ്ചസ് വരും. ഇത് അഗ്രസീവ്നെസ് ഒക്കെ കാണിക്കാൻ തുടങ്ങും മറ്റുള്ള ടാങ്ക് മേറ്റ്സിനോടും. പിന്നെ അത് പോരാഞ്ഞിട്ട് കൂടെയുള്ള ടാങ്ക് മേറ്റ്സിനെ അകത്താക്കാനുള്ള ശ്രമങ്ങളും നടത്തും. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടെയുള്ള ടാങ്ക് മേറ്റ്സിനെയൊക്കെ കഴിക്കാൻ തോന്നും. പിന്നെ ഇതിൻ്റെ അടുത്ത ബിഹേവിയർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന് കൂടുതൽ ഇത് വലുതായി കഴിഞ്ഞതിന് ശേഷം ഇതിന് ബോട്ടത്തിൽ ടൈം സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സർഫസിലോട്ടൊന്നും അധികം വലിയ റീച്ചില്ലാതെ എയർ എടുക്കാൻ വേണ്ടി മാത്രം സർഫസിൽ വരുന്നു. ബാക്കി ടൈം മൊത്തം ബോട്ടത്തിൽ സ്പെൻഡ് ചെയ്യലായിരിക്കും. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നൊക്ടേണൽ പ്രൊഡിക്ടറാണ്. നൊക്ടേണൽ ആനിമൽ എന്ന് പറയാം. നൊക്ടേണൽ ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നൈറ്റിൽ ആക്റ്റീവായിട്ട് നമ്മൾ ഡേ ടൈമിൽ റെസ്റ്റ് ചെയ്യുന്ന അനിമൽസിനെയാണ് നൊക്ടേണൽ അനിമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറി പെടുന്ന ഒരു സ്വഭാവത്തിലാണ് ക്യാറ്റ് ഫിഷുകളും വരുന്നത്. അപ്പോൾ അതിലും തന്നെയാണ് ഇതും വരുന്നത്. അതുകൊണ്ട് ഇത് നൈറ്റ് ടൈമിൽ ആക്റ്റീവായിട്ടിരിക്കുകയും ചെയ്യും. ഡേ ടൈമിൽ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് കൂടുതൽ കാണിക്കുന്നത്. സോ ഇതിന് ഡേ ടൈമിൽ ഫീഡ് ചെയ്യാതെ നൈറ്റ് ടൈമിൽ ഫീഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ. മറ്റുള്ള മീനുകൾ ഫീഡ് എടുക്കുന്ന സമയത്ത് ഇത് ചിലപ്പോൾ ഫീഡ് എടുത്തെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് നൈറ്റ് ലൈറ്റൊക്കെ ഒന്ന് ഡിമ്മായിട്ടിരിക്കുന്ന സമയത്ത് ഫീഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഫീഡ് കഴിക്കാൻ തുടങ്ങും. പിന്നെ ഇതിന് ഫീഡ് കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒംനിവേഴ്സാണ്. ഇത് പഴങ്ങളും മറ്റ് മീറ്റ് ഐറ്റംസും എല്ലാം കഴിക്കും. പക്ഷേ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് മീറ്റ് ഐറ്റംസ് തന്നെയാണ്. പിന്നെ നമ്മളൊരു മിക്സ്ഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ബെറ്റർ ആയിരിക്കും. നമ്മളിപ്പോൾ ചെറു മത്സ്യങ്ങളെ കൊടുക്കുക, അതിൻ്റെ ഒപ്പം തന്നെ ഷ്രിമ്പ്, തിലാപ്പിയ അങ്ങനെയുള്ള ഐറ്റംസ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചാള മറ്റ് സാധനങ്ങളൊക്കെ കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. കാരണം നമുക്ക് ഇതിന് ഫുഡ് സോഴ്സ് കണ്ടെത്താൻ എളുപ്പമുള്ളത് ചാള, അയില അതുപോലത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ. എന്നും ഷ്രിമ്പ് മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ കൊഞ്ച് മറ്റ് മീനുകൾ മേടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത്ര ഒരു എളുപ്പമുള്ള പരിപാടിയല്ല. ചാളയും മറ്റ് അയില പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സസിബിളും ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കുകയും ചെയ്യാം. പിന്നെ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കൊടുക്കുക. കാരണം ഈ നമ്മുടെ ഫിഷ് മാർക്കറ്റിലുള്ള ഒരു ഹിറ്റ് മറ്റുപോലത്തുള്ള സാധനങ്ങൾ അടിച്ചു വയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നമ്മുടെ മീൻ വളരെ ഹാംഫുള്ളാണ്. 2-3 യൂട്യൂബേഴ്സിൻ്റെ മീനുകൾ അങ്ങനെ ചത്തു പോകണയൊക്കെ കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ കൊടുക്കുക. പിന്നെ പെല്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ സിങ്ക് ചെയ്ത് പോകുന്ന പെല്ലറ്റുകൾ കൊടുക്കുക. അല്ലെങ്കിൽ കട്ട് ചെയ്ത മീനാണെങ്കിലും അത് സിങ്ക് ചെയ്ത് പോകുന്ന ടൈപ്പുള്ള സാധനങ്ങൾ മാത്രമാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇത് ബോട്ടത്തിക്കൂടെയാണ് കൂടുതൽ നടക്കുന്നത്. ഓവർ ഫീഡിങ് പുതിയതായിട്ട് വരുന്ന എല്ലാ ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. നമ്മളിത് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ഒരു മീനായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മളിപ്പോൾ ഒരു പാറ്റേൺ വയ്ക്കുക. നമ്മൾ ജൂവനൈലായിട്ടുള്ള റെട്ടൈലിന് നമ്മളിപ്പോൾ ഡെയിലി ഫീഡ് ചെയ്യുക. അത് വലുതായി കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയൊക്കെ കൊടുത്താൽ മതി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നത്തെ ദിവസം കൊടുത്തു കഴിഞ്ഞ് ഇനി അടുത്ത ആഴ്ച ആകുമ്പോൾ നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ലെവലിൽ ഫുഡ് കൊടുക്കുന്ന ആ ഒരു പാറ്റേൺ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ടാങ്ക് ക്ലീനിങ് ആണ്. നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന മീനാണ്. നല്ല രീതിയിൽ തന്നെ വേസ്റ്റും പ്രൊഡ്യൂസ് ചെയ്യും. സോ നല്ലൊരു ഫിൽട്രേഷൻ മസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഒന്നെങ്കിൽ ബക്കറ്റ് ഫിൽറ്ററോ അല്ലെങ്കിൽ ഇതിലൂടെ വലിയൊരു ഫിൽറ്ററോ, അതല്ലെങ്കിൽ അക്വേറിയത്തിലാകുമ്പോൾ നമുക്ക് ചെറിയ ഫിൽറ്ററൊക്കെ മതി. പിന്നെ വെള്ളത്തിനധികം അനക്കമില്ലാണ്ട് നമ്മുടെ സ്റ്റോൺ ഫിൽറ്റർ പോലത്തെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു ഫിൽറ്ററൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിരിക്കും ബെറ്റർ. കാരണം ഒഴുക്കുള്ള വെള്ളം അധികം ഇഷ്ടപ്പെടുന്നതല്ല. ഇങ്ങനെ ഒഴുക്കില്ലാതെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കിടക്കാൻ പറ്റുന്ന ടൈപ്പ് ഉള്ള സെറ്റപ്പ് ഫിൽറ്ററുകളാണ് ഇതിന് കൂടുതൽ ഇഷ്ടം. അതേ സമയത്ത് തന്നെ നല്ല രീതിയിലുള്ളൊരു ഫിൽട്രൈസേഷൻ ആയിരിക്കണം. കാരണം മീനുകളുടെ കാര്യം പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് അവർ നടക്കുന്നത്. യെസ്, അവരുടെ വേസ്റ്റ് മൊത്തം പറന്ന് കിടക്കണതാണ് ആ അക്വേറിയത്തിൽ കൂടെ. അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് അവർ നടക്കുന്നത്.
ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ അത് നല്ല രീതിയിൽ വാട്ടർ പാരാമീറ്റേഴ്സ് കീപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീനും ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ നോൺ വെജ് ഐറ്റംസാണ് കൂടുതൽ ഈ മീൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടാനുള്ള ചാൻസ് വളരെ അധികമാണ്. അതൊക്കെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് പോവുക. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവ് ഫിഷ് കൊടുക്കുമ്പോൾ ചില സമയത്തും ഈ റെഡ് ടെയിൽ അല്ലെങ്കിൽ ക്യാറ്റ് ഫിഷുകൾക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് ചവച്ചിടുക. പിന്നെ ഓവർ ഫീഡ് ആയി കഴിയുമ്പോൾ അത് തുപ്പിക്കളയുക. നമ്മളത് ശ്രദ്ധിച്ചൊന്നും വരില്ല. പക്ഷേ ആ മീൻ അവിടെ കിടന്ന് ഫംഗസ് പിടിച്ച് കൂടെയുള്ള മറ്റ് ടാങ്ക് മേറ്റ്സിനും കൂടെ ഫംഗസ് പിടിക്കാനുള്ള ഒരു കാരണങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ഇത് ക്യാറ്റ് ഫിഷ് ആയതുകൊണ്ട് തന്നെ വളരെ മെസ്സി ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. എല്ലാം കുത്തി മറിച്ച് തവിട് പൊടിയാക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട്. അപ്പോൾ കഴിച്ച ഫുഡ് വേസ്റ്റുകൾ കുത്തി മറിച്ച് ഇളക്കി കളഞ്ഞ് കഴിയുമ്പോൾ അത് ഫംഗസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുവഴി ഡിസീസസ് വരാനുള്ള ചാൻസസും കൂടുതലാണ്. സോ നമ്മുടെ പ്ലേക്കോ സക്കർ ഫിഷ് പോലത്തെ മീനുകളെ കൂടെ ആഡ് ചെയ്യുക. ബോട്ടം ഫീഡേഴ്സ് പോലത്തുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ ചെറിയ ആഫ്രിക്കൻ മുഴി കുഞ്ഞിനെയൊക്കെ ആഡ് ചെയ്തിടുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കിട്ടുവാണെങ്കിൽ ആഫ്രിക്കൻ മുഴി ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ അല്ല, പക്ഷേ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നെക്സ്റ്റ് ഇതിൻ്റെ സ്പീഷീസാണ്. ഇത് നമ്മുടെ അക്വേറിയം ഫീൽഡിൽ ഇപ്പോൾ വളരെ പോപ്പുലർ ആയതുകൊണ്ട് ഇതിൻ്റെ കുറേ മിക്സ് ബ്രീഡ് വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ്. ഇത് നമ്മുടെ നോർമൽ റെഡ് ടെയിലാണ്. പിന്നെ അടുത്ത് കാണിക്കുന്നത് റെഡ് ടെയിലും ടൈഗർ ഷോൾനോസും കൂടെ ക്രോസ് ആയ റെഡ് ടെയിൽ ടൈഗർ ഷോൾനോസ് ക്യാറ്റ് ഫിഷാണ്. അപ്പോൾ അത് ഏകദേശം ഇതുപോലെ ഇരിക്കും. പിന്നെ അടുത്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ അക്വേറിയം ഫീൽഡിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയ സാധനമാണ് ആൽബിനോ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ്. ഫുള്ളി ആൽബിനോ കളറാണ്, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെയുണ്ട് ഇതിൻ്റെ വില ഭയങ്കര വെറൈറ്റീസ് ആയിട്ടുള്ള ഹൈബ്രിഡ്സ്. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാം. അങ്ങനെ കുറേ വെറൈറ്റി പേരുകളും കുറേ വെറൈറ്റി സ്പീഷീസിൽ നമുക്ക് ഈ സാധനം ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ല ഡിമാൻഡുള്ള സാധനം കൂടെയാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ചില സമയത്ത് നമ്മുടെ കേരളത്തിൽ വളരെ റെയറായിട്ടാണ് ചില സ്പീഷീസ് കിട്ടുന്നത്. ഈ ആൽബിനോ ഒന്നും നമ്മുടെ കേരളത്തിലോട്ട് വന്ന് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. ബാക്കി എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഡോർഫ് വെറൈറ്റി ഒന്നും വന്നിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ടെയിൽ ടൈഗർ ഷോൾനോസും അതിൻ്റെ വെറൈറ്റീസൊക്കെ വന്നിട്ടുണ്ട്. ഡോർഫൊന്നും നമ്മുടെ കേരളത്തിലൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. പിന്നെ നമ്മുടെ ഓൺലൈനിൽ കണ്ട കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാം. ഇതൊക്കെ ഒറിജിനൽ ആണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയിട്ട് പറ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം എല്ലാ പോയിൻറ്റ്സും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും സാധനം ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള അടിപൊളി വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ അടുത്തത് ഇതുപോലത്തെ അടിപൊളി കണ്ടൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ഞാൻ അടുത്തടുത്ത വീഡിയോസ് ചെയ്തിടാം. പിന്നെ ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും വീഡിയോസ് ഇടാൻ പറ്റിയെന്ന് വരുന്നില്ല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് യുവർ വേട്ടക്കാരൻ സൈനിങ് ഓഫ്. ബൈ.